തന്നേക്കാൾ പ്രായം കൂടിയ കളിക്കാർക്കിടയിലും താൻ മികച്ചവനാണെന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭയാണ് 15-കാരനായ വൈഭവ് സൂര്യവംശി. IPL-ൽ അന്താരാഷ്ട്ര ബൗളർമാരെ തല്ലിച്ചതച്ചും അണ്ടർ-19 ലോകകപ്പ് കിരീടം ചൂടി തിളങ്ങിയ വൈഭവ് ഈ മാസം അവസാനം ആരംഭിക്കുന്ന അയർലൻഡ് ഇംഗ്ലണ്ട് പര്യടനങ്ങൾക്കുള്ള ഇന്ത്യയുടെ സീനിയർ ടീമിലേക്ക് അരങ്ങേറ്റം കുറിക്കാനുള്ള ഒരുക്കത്തിലാണ്. എന്നാൽ ഇന്നലെ ശ്രീലങ്ക A ടീമിനോട് ഇന്ത്യ A ടീം തോറ്റതിന് പിന്നാലെ ഉണ്ടായ സംഭവങ്ങൾ ഈ യുവതാരത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം അല്പം ആശങ്കയുണ്ടാക്കുന്നതാണ്. നിശ്ചിത ഓവറിൽ മത്സരം ടൈ ആകുകയും വെളിച്ചക്കുറവ് കാരണം സൂപ്പർ ഓവർ നടക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുകയും ചെയ്ത കടുത്ത സമ്മർദ്ദമുള്ള മത്സരമായിരുന്നു സമാപിച്ചത്. ഒടുവിൽ നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ സൂപ്പർ ഓവറിൽ ശ്രീലങ്ക A ടീം വിജയം സ്വന്തമാക്കി. തോൽവിക്ക് പിന്നാലെ വിക്ഷോഭങ്ങൾ സ്വാഭാവികമാണെങ്കിലും വൈഭവ് സൂര്യവംശിക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. ടെലിവിഷൻ ദൃശ്യങ്ങളിൽ വൈഭവ് ലങ്കൻ കളിക്കാരുമായി കടുത്ത വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നത് വ്യക്തമായിരുന്നു. അവിടെ നിന്ന് നടന്നു മാറുമ്പോഴും താരം വീണ്ടും തിരിഞ്ഞു നോക്കി സംസാരിക്കുകയും എതിർ ടീമിലെ ഒരു കളിക്കാരനുമായി ശാരീരികമായി ഉരസുകയും ചെയ്തു. മത്സരം കഴിഞ്ഞാൽ പിന്നെ അവിടെ കളി അവസാനിച്ചു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ക്രിക്കറ്റ് എന്നത് കളിക്കാർ പരസ്പരം ശാരീരികമായി ഏറ്റുമുട്ടേണ്ട ഒരു കായിക വിനോദമല്ല. ആധുനിക ക്രിക്കറ്റിൽ ആക്രമണ രീതിയും വീര്യവും ഒക്കെ ആഘോഷിക്കപ്പെടാറുണ്ട്. ആരും കളിക്കളത്തിൽ റോബോട്ടുകളെ പ്രതീക്ഷിക്കുന്നില്ല. 300 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ഒരു പരിചയസമ്പന്നനായ താരത്തെ പോലെ ഒരു 15-കാരൻ പെരുമാറണം എന്ന് ആരും നിർബന്ധിക്കുന്നുമില്ല. എന്നാൽ സ്വയം നിയന്ത്രണമില്ലാത്ത അഗ്രഷൻ വളരെ പെട്ടെന്ന് തന്നെ വെറും പക്വതക്കേടായി മാറിപ്പോവും. സിക്സുകൾ അടിക്കുന്നതിനേക്കാളും യോർക്കറുകൾ എറിയുന്നതിനേക്കാളും കടുപ്പമേറിയ കാര്യം വികാരങ്ങൾ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ നിയന്ത്രിക്കുക എന്നതാണ്. വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ വലിയ സൂപ്പർ താരങ്ങൾക്കൊപ്പം ഡ്രസ്സിംഗ് റൂം പങ്കിടാൻ പോകുന്ന വൈഭവിന് ഇന്നലത്തെ മത്സരം വളരെ വലിയൊരു പാഠമാണ് നൽകുന്നത്. ക്യാമറ കണ്ണുകൾ എപ്പോഴും അവന് മേലെയുണ്ടാകും. അവൻ്റെ ഓരോ പ്രതികരണങ്ങളും വിലയിരുത്തപ്പെടും. ക്രിക്കറ്റ് ചരിത്രത്തിൽ മികച്ച കളിക്കാർ ഓർമ്മിപ്പിക്കപ്പെടുന്നത് അവർ നേടിയ റൺസിൻ്റെ പേരിൽ മാത്രമല്ല, സമ്മർദ്ദ ഘട്ടങ്ങളിൽ അവർ എങ്ങനെ സ്വയം നിയന്ത്രിച്ചു എന്നതിൻ്റെ കൂടെ പേരിലാണ്. കഴിഞ്ഞ ആഴ്ച അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ന്യൂസിലൻഡിൻ്റെ ഇതിഹാസം കെയ്ൻ വില്യംസണ് ലോകമെമ്പാടുമുള്ള ആരാധകർ ആദരവ് അർപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് മികവുകൊണ്ട് മാത്രമല്ല, വിജയത്തിലും പരാജയത്തിലും അദ്ദേഹം പുലർത്തിയ ആ മാന്യതയുടെയും ശാന്തതയുടെയും പേരിലാണ്. മത്സരശേഷം ഗ്രൗണ്ടിൽ വഴക്കിടുന്നത് കൊണ്ട് ബലം മാറാൻ പോകുന്നില്ല. അത് ആദരവ് നേടിത്തരുന്നില്ല എന്നു മാത്രമല്ല, മികച്ചൊരു മത്സരത്തിൻ്റെ പ്രാധാന്യത്തെ ഇല്ലാതാക്കുകയും ചെയ്യും. ഇന്നലത്തെ മത്സരത്തിലും സംഭവിച്ചത് അതാണ്. മനോഹരമായൊരു മത്സരത്തെക്കുറിച്ചും നാടകീയമായ സൂപ്പർ ഓവറിനെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടതിന് പകരം എല്ലാവരും ചർച്ച ചെയ്തത് വൈഭവിൻ്റെ മോശം പെരുമാറ്റത്തെക്കുറിച്ചും കളിക്കളത്തെ തർക്കത്തെക്കുറിച്ചുമാണ്. ഭാഗ്യവശാൽ ഈ തെറ്റ് വൈഭവിൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്തിൽ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പരിശീലകർക്കും മുതിർന്ന കളിക്കാർക്കും ഇതൊരു പാഠമായി അവരെ പഠിപ്പിക്കാൻ സാധിക്കും. കളിയോടുള്ള അഭിനിവേശം നല്ലതാണെങ്കിലും അതിനൊരു കൃത്യമായ ദിശയുണ്ടാകണം. എവിടെയാണ് അഗ്രസീവ് മൈൻഡ് കാണിക്കേണ്ടത്, എവിടെയാണ് ശാന്തമായി ഇരിക്കേണ്ടത് എന്ന് വൈഭവ് തീർച്ചയായും പഠിക്കേണ്ടതുണ്ട്. ഗുണനിലവാരമുള്ള ബോളിങ്ങിനെതിരെ ഭയമില്ലാതെ അടിച്ചു തകർക്കാനുള്ള അസാധാരണമായ കഴിവ് വൈഭവിനുണ്ട്. എന്നാൽ ഇപ്പോൾ അവൻ പഠിക്കേണ്ടത് എപ്പോൾ ശാന്തനായി ഒഴിഞ്ഞു മാറണം എന്നാണ്. ഒരു സാധാരണ പ്രതിഭയും മികച്ചൊരു അന്താരാഷ്ട്ര ക്രിക്കറ്ററും തമ്മിലുള്ള വ്യത്യാസം കഴിവ് മാത്രമല്ല, അയാളുടെ തീരുമാനങ്ങളും സ്വഭാവ ശുദ്ധിയുമാണ്. കഴിവ് നിങ്ങളെ ശ്രദ്ധാകേന്ദ്രമാക്കിയേക്കാം, എന്നാൽ നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങൾ എത്ര കാലം അവിടെ നിൽക്കുന്നതെന്ന് തീരുമാനിക്കുന്നത്.